പ്രിയ കുട്ടികളെ, സ്മിത ടീച്ചറാണ്. ഇന്ന് നമ്മളൊരു പുതിയ ക്ലാസ് തുടങ്ങുകയാണ്. നല്ല ശ്രദ്ധിച്ച് ആത്മാർത്ഥതയോടെ നന്നായിട്ട് പഠിച്ചെടുക്കണം എന്നൊരു ഉത്സാഹത്തോടെ പഠിച്ചു തുടങ്ങാം. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടന്നേക്കാം. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആ പുസ്തകം എങ്ങനെ ഇരിക്കുന്നു, അതിനകത്ത് എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരും. ഇതാണ് പുസ്തകത്തിൻ്റെ പുറം പേജ്. നിങ്ങൾ നല്ല മിടുക്കരല്ലേ, കിട്ടിയപ്പോഴേ പുസ്തകമൊക്കെ പൊതിഞ്ഞ് കാണും. പുറം പേജ് കണ്ടോന്ന് ടീച്ചറിനൊരു സംശയമാണ്. സാരമില്ല, നമുക്ക് അകത്തെന്നാണെന്ന് നോക്കാം. 7ാം ക്ലാസ് വരെ നിങ്ങൾ ബേസിക് സയൻസ് എന്ന് പറഞ്ഞ് പരീക്ഷ വരുമ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യ പേപ്പറാണ്. ഹെഡിങ് ആണെങ്കിൽ ബേസിക് സയൻസ്. എന്നാൽ 8ാം ക്ലാസ്സിൽ അങ്ങനെയല്ല കേട്ടോ, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെ ടീച്ചർ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, എങ്ങനെയാണ് ഹൈസ്കൂളായപ്പോൾ പഠിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ലിങ്ക് കൂടി നിങ്ങൾ ടീച്ചറിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ടീച്ചറിനോട് പേഴ്സണലായിട്ടും സംശയങ്ങളൊക്കെ ചോദിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇപ്പം നോക്കിക്കേ, നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, അങ്ങനെ ഒരു പേജുണ്ട്. ആ പേജിൽ ടീച്ചർ കണ്ടോ ബ്ലാക്ക് ടിക്കിട്ടേക്കുന്നത് കണ്ടോ? ബേസിക് സയൻസിനെ 3ആയിട്ട് തിരിച്ചാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ ബ്ലാക്ക് ടിക്കിട്ടിരിക്കുന്നത് ബേസിക് സയൻസിലെ ഫിസിക്സ് എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ആ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നത് മോഷൻ അഥവാ ചലനം, ഫോഴ്സ് ബലം, എനർജി, പിന്നെ യന്ത്രങ്ങൾ, മെഷീൻസിൻ്റെയൊക്കെ പ്രവർത്തനം, പ്രഷർ, ഇങ്ങനെയൊക്കെയുള്ള ടെമ്പറേച്ചർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് കുറച്ചുകൂടി പഠിക്കുന്ന ഭാഗമാണത്. അതിനെ ഫിസിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിസിക്സിലെ ഒരു 2 ചാപ്റ്റർ പ്രത്യേകമായിട്ട് ഫിസിക്സ് എന്ന് ഹെഡിങ് ഒക്കെ കൊടുത്ത് നമുക്ക് പ്രത്യേകമായിട്ടാണ് ഓണപരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ വരുന്നത്. അടുത്തതായിട്ട് രാസവസ്തുക്കളെക്കുറിച്ച്, കെമിക്കൽ ആയിട്ടുള്ള വസ്തുക്കളെക്കുറിച്ച്, അവയുടെ മാറ്റങ്ങളെക്കുറിച്ച്, അതിൻ്റെ നിറത്തെക്കുറിച്ച്, പ്രവർത്തനത്തെക്കുറിച്ച് ഒക്കെ പഠിക്കുന്ന കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഭാഗവും ബേസിക് സയൻസിലുണ്ട്. ബേസിക് സയൻസിലെയും 2 പാഠം നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് പ്ലാന്റ്സിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ബയോളജി എന്ന് പറയുന്ന ഭാഗം, അതിനുണ്ട് 2 ചാപ്റ്റർ ഓണപരീക്ഷയ്ക്ക്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് ആദ്യം നമുക്ക് ഫിസിക്സിലെ ഒരു ചാപ്റ്റർ പഠിക്കണം, പിന്നെ കെമിസ്ട്രി, ബയോളജി. അല്ലാതെ തുടർച്ചയായിട്ടല്ല 8ാം ക്ലാസ്സിൽ ബേസിക് സയൻസ് പഠിക്കുന്നത്. കാര്യം പിടികിട്ടിയോ? ഇങ്ങനെ ബേസിക് സയൻസ് പഠിക്കുന്നത് മാത്രം തുടർച്ചയായിട്ടല്ല പഠിക്കുന്നത്. ഫിസിക്സിൻ്റെ ഭാഗങ്ങൾ ഓരോന്ന് പഠിച്ചിട്ട് പിന്നെ വീണ്ടും 2ാമത്തെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെ 2ാമത്തെയും ബയോളജിയുടെ 2ാമത്തെയും നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇങ്ങനെ ചെറിയ മാറ്റങ്ങളുണ്ട്. പഠിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. നിങ്ങൾ 7ൽ പഠിച്ചതിൻ്റെയൊക്കെ തുടർച്ചയാണ്. നിങ്ങളാണെങ്കിലോ നന്നായിട്ട് പഠിക്കാമെന്നുള്ള നല്ല ഉത്സാഹത്തിലാണ് സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യവും കൂടി, നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ വെച്ച് പല സ്കോളർഷിപ്പുകൾ എഴുതാം. അതിലൊന്നാണ് NMMS. അതിവിടെ ടീച്ചർ ഇങ്ങനെ എഴുതിയെന്ന് ഇട്ടിട്ടുണ്ട്. ആ സ്കോളർഷിപ്പിലൊക്കെ നിങ്ങളോട് പുസ്തകത്തിലെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് ചോയ്സും ഉണ്ട്, ഓരോ ചോദ്യങ്ങൾക്കും ചോയ്സും ഉണ്ട്. അപ്പോൾ പുസ്തകം അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാൽ അതൊക്കെ നേടിയെടുക്കാം. കാരണം അതിന് മാസം 1000 രൂപ ആണ് സ്കോളർഷിപ്പായിട്ട് കിട്ടുക. അത് 8, 9, 10 ക്ലാസ്സുകളിലേക്ക് 12 വരെയുള്ള ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അതൊക്കെ നേടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തുടക്കത്തിലെ തന്നെ ഉത്സാഹത്തോടെ പഠിക്കുക. അതായത് ഫിസിക്സിൽ നിന്നൊരു പാഠം, കെമിസ്ട്രിയിൽ നിന്നൊരു പാഠം, ബയോളജിയിൽ നിന്നൊരു പാഠം ആദ്യം പഠിക്കുന്ന ടീച്ചർ പറഞ്ഞല്ലോ. ടീച്ചർ കെമിസ്ട്രിയിലെ ഒരു പാഠം ആദ്യം പഠിപ്പിക്കാം. കാരണം ടീച്ചർ കെമിസ്ട്രി വിത്ത് സ്മിത ടീച്ചർ എന്ന ചാനലിൽ കെമിസ്ട്രി ചാപ്റ്ററുകളും ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന് പറഞ്ഞ വേറൊരു ചാനലിൽ, അപ്പോൾ നിങ്ങൾ പാഠത്തിൻ്റെ പേര് കൊടുത്ത് സ്മിത ടീച്ചർ എന്നുകൂടി കൊടുത്താൽ ടീച്ചറിൻ്റെ തന്നെ ക്ലാസ് കിട്ടും കേട്ടോ. കേട്ടപ്പോൾ മനസ്സിലായോ? പാഠത്തിൻ്റെ പേര് കൊടുക്കണം, സ്മിത ടീച്ചർ എന്ന് കൊടുത്താൽ ടീച്ചർ ബയോളജിയും പഠിപ്പിക്കും, ഫിസിക്സും പഠിപ്പിക്കും. കെമിസ്ട്രി വിത്ത് സ്മിത ടീച്ചർ എന്ന ചാനലിൽ നമുക്ക് ഇപ്പോൾ കെമിസ്ട്രി കാണാം. അതായത് കെമിസ്ട്രിയിൽ 1ാമത്തെ പാഠം ഏതാ? കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്. എന്നാൽ അത് പഠിച്ചു തുടങ്ങാം.
ഇതാണ് നമ്മുടെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി പരീക്ഷയിൽ ഒന്നാമത് ചോദിക്കുന്നത് ഈ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരു ചെറിയ വ്യത്യാസം മനസ്സിലായില്ലേ? ഒന്നാമത്തെ പാഠം തൊട്ട് തുടർച്ചയായിട്ടില്ല. ഒന്നാമത്തെ പാഠം ഫിസിക്സിൻ്റേതാണ്, അത് നമുക്ക് പഠിക്കാം. അതെവിടെയാണ്? ലേൺ വിത്ത് സ്മിത ടീച്ചർ. അതിൽ എങ്ങനെ കിട്ടും? നമുക്ക് പാഠത്തിൻ്റെ പേര് നോക്കിയിട്ട് സ്മിത ടീച്ചർ എന്ന് കൂടി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഈ പാഠം ഒന്ന് നോക്കാം. കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ രസതന്ത്രം, മാറ്റങ്ങളുടെ കെമിസ്ട്രി, അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഇവിടെ കുറേ മാറ്റങ്ങൾ, ചേഞ്ച് വരുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ എല്ലാം ഇങ്ങനെ എണ്ണിപ്പറക്കി കുഞ്ഞു പിള്ളേർക്ക് വരെ പറയണം. നമ്മളിപ്പോൾ ഹൈസ്കൂളായി. ഇപ്പോൾ ഇത് കണ്ടോ, ഇനി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇത് കണ്ടോ, പച്ചയായിരുന്ന ബനാന പഴുത്തത് കണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കണോ? നിങ്ങൾ നോക്കുമ്പോൾ കുറേ കാണാം. എന്തിനാ ഇത്ര ചെറുതായിട്ട് പറയുന്നതെന്ന് നിങ്ങൾ തന്നെ ഓർക്കൂലേ? അപ്പോൾ ഈ ഇതിൽ എന്തൊക്കെ കാണുന്നുണ്ടെന്നുള്ളത് ഒരു ലിസ്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റെല്ലാം പുസ്തകത്തിലൊന്ന് പൂരിപ്പിക്കണം. ഒരു ക്യാൻഡിൽ ബേൺ ചെയ്യുന്നത് കണ്ടു, ഫുഡ് കുക്ക് ചെയ്യുന്നത് കണ്ടു, അതുപോലെ ഒരു ചേട്ടനിരുന്ന് കല്ലിലൊക്കെ കൊത്തി ആ കല്ലിനെ എന്ത് ഷേപ്പാക്കി, ഒരു പ്രതിമയുടെ ഷേപ്പാക്കുന്നത് കണ്ടു, അതുപോലെ ബനാന നല്ല പഴുക്കുന്നതും കണ്ടു. ഇങ്ങനെയുള്ളതിൽ എല്ലാ ചേഞ്ചസും ഒരുപോലെ ആയിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലായി എല്ലാ ചേഞ്ചസും ഒരുപോലെയല്ല. നമുക്കിതൊക്കെ കാണുമ്പോൾ ഇവിടെ നിന്ന് പരീക്ഷാ ചോദ്യം ഒന്നും ഇല്ല കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ടീച്ചർ ഊന്നി പറയും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ പരീക്ഷാ ചോദ്യം എന്നുള്ള രീതിയിൽ എടുത്തോണം. അങ്ങനെ ഓരോ ചേഞ്ചസ് കാരണവും ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ ഫുഡ് പാകമായി നമുക്കൊരു പുതിയ സാധനമാണ് കിട്ടുന്നത്. അതാണ് എല്ലാ ചേഞ്ചസും പുതിയ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ചേഞ്ചസിനെ കുറിച്ചൊക്കെ കാര്യമായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇതെന്ന് നമുക്ക് തോന്നുന്നു. അടുത്ത പേജ് എടുത്തപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ചുറ്റും ഒരുപാട് സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ട്. ആ സബ്സ്റ്റൻസ് എല്ലാം മാറ്റർ എന്ന് പറയുന്ന മാറ്ററിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഓൾ സബ്സ്റ്റൻസ് ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ പല രീതിയിലുള്ള, ഇപ്പോൾ നമുക്കറിയാം വാട്ടർ, ഐസ്, അത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും വേപ്പർ ആകുന്നുണ്ട്. ഈ മൂന്ന് സാധനവും വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. എന്ന് പറഞ്ഞ പോലെ മാറ്റർ ഡിഫറെൻറ്റ് ഫോംസിലാണ്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മാറ്റർ ആണ് ഓൾ സബ്സ്റ്റൻസ്, എല്ലാ സബ്സ്റ്റൻസും. അപ്പം ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് മാറ്റർ എന്താണെന്നും ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. മാറ്റർ എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇനി എപ്പോഴും ടീച്ചേഴ്സ് പറയുക നമ്മൾ ഈ ചാപ്റ്ററിൽ. അപ്പം മാറ്റർ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ പറയുന്നുണ്ട്, എൻ്റെ ടീച്ചറെ ഞങ്ങൾ മാറ്റർ എന്നുള്ളത് വേറെ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ടീച്ചറിന് ശരിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അത്രയും ലാഘവത്തോടെ കേട്ടാൽ മതി. അടുത്ത പേജിലാണ് മാറ്ററിൻ്റെ ഡെഫിനിഷൻ. അതിനു മുമ്പ് കുറേ മാറ്ററിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒരു പരീക്ഷണം കാണിച്ചിട്ടുണ്ട്. ഒരു കല്ല്, ഒരു ചെറിയ കല്ല്, സ്മോൾ സ്റ്റോൺ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കുന്നു. അതുപോലെ ഒരു ബിഗ്ഗർ സ്റ്റോണും ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സയൻസ് പഠിപ്പിക്കേണ്ടത് ഇങ്ങനെ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ? അല്ല. ടീച്ചർ എന്ത് ചെയ്യണം? ഒരു ചെറിയ സ്റ്റോൺ കെട്ടി ഇങ്ങനെ വെള്ളത്തിലോട്ട്, വലിയ ഒരു സ്റ്റോൺ കെട്ടി ഇങ്ങനെയും വെള്ളത്തിലോട്ടൊക്കെ ഇറക്കിയിട്ട് എന്താ കാണുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേണ്ടേ പഠിപ്പിക്കാൻ? അങ്ങനെ വേണം. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൂടാതെ നിങ്ങൾക്ക് വീഡിയോ എല്ലാം പറഞ്ഞൊക്കെ വരുമ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന ടീച്ചർ എന്തിനാ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നാവും. നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് പ്രധാനപ്പെട്ട പരീക്ഷണങ്ങൾ ക്ലാസ്സിൽ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മറന്നു പോകുകയാണെങ്കിൽ ടീച്ചറിൻ്റെ ക്ലാസ് കണ്ട് ഒന്നുകൂടി ഓർമ്മിച്ചെടുത്താൽ മതി. പരീക്ഷയൊക്കെ ആകുമ്പം പരീക്ഷയ്ക്ക് ഒത്തിരി മാർക്ക് കിട്ടത്തക്ക രീതിയിൽ അതെല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന, ഓർമ്മിപ്പിച്ച് തരുന്ന പോലെയാണ്. അതുകൊണ്ട് ഈ എക്സ്പെരിമെൻ്റ് ഒന്നും വളരെ പ്രധാനപ്പെട്ടത് ടീച്ചറും കാണിച്ചു തരും. ഇപ്പോൾ ഒരു കല്ല് കെട്ടി ഇറക്കുന്നൊന്നും ടീച്ചർ കാണിച്ചു തരുന്നില്ല. ഈ സ്റ്റോൺ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി കഴിയുമ്പോൾ വാട്ടർ ലെവൽ എന്ത് ചെയ്യും? വാട്ടർ ലെവൽ മുകളിലേക്ക് ഉയരും. അപ്പോൾ എന്തുകൊണ്ടാണ് വാട്ടർ ലെവൽ മുകളിലേക്ക് ഉയരുന്നത്? ആ സ്റ്റോണ് ആ വാട്ടറിനുള്ളിൽ സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അതിനകത്തേക്ക് വരുന്നുണ്ട്. ആ സ്റ്റോൺ ഒക്യുപ്പൈസ് സ്പേസ് ഇൻ വാട്ടർ. അതുകൊണ്ടാണ് വാട്ടർ ലെവൽ റൈസ് ആയത്. ഇനി ബിഗ്ഗർ സ്റ്റോൺ ഉള്ളിടത്ത് എന്ത് വ്യത്യാസമാണ് വന്നത്? മോർ റൈസ് ഇൻ ദി വാട്ടർ ലെവലാണ്. അതായത് സ്റ്റോൺ ഒരു മാറ്ററാണ്.
അതായത് മാറ്ററിൻ്റെ ഒരു പ്രത്യേകത പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മാറ്റർ എന്താണെന്ന് പഠിപ്പിക്കാനല്ലേ നമ്മൾ തുടങ്ങിയത്. സ്റ്റോൺ ഒരു മാറ്ററിന് എക്സാമ്പിളാണ്. അപ്പോൾ മാറ്റർ ആണെങ്കിൽ അതിന് ഓക്യുപ്പൈസ് സ്പേസ്. എവിടെയെങ്കിലും അതിന് ഇരിക്കാൻ ഇച്ചിരി സ്ഥലം വേണം. ഓക്യുപ്പൈസ് സ്പേസ്. അപ്പോൾ മാറ്ററിൻ്റെ ഒരു ഗുണം നമ്മൾ പഠിച്ചു. അടുത്തത് പറഞ്ഞേക്കുന്നത് ആ രണ്ട് സ്റ്റോണിനെയും നിങ്ങളൊരു ബാലൻസ് ഉപയോഗിച്ചൊന്ന് അതിൻ്റെ വെയിറ്റ് നോക്കുക. അപ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? ചെറിയ സ്റ്റോണിന് ചെറിയ മാസും വലിയ സ്റ്റോണിന് വലിയ വെയിറ്റുമാണ് നമ്മൾ കാണുന്നത്. അതായത് നമുക്ക് മാറ്ററിൻ്റെ രണ്ടാമത്തെ സ്വഭാവമാണ് മനസ്സിലാകുന്നത്. മാറ്റർ ഹാസ് മാസ്. അപ്പോൾ അനദർ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ഓക്യുപ്പൈസ് സ്പേസ് എന്നുള്ളത് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി മാറ്റർ ഹാസ് മാസ് എന്നുള്ളത് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി മാറ്ററിൻ്റെ സ്വഭാവം പഠിക്കാനായിട്ട് അടുത്ത ഒരു എക്സ്പെരിമെൻ്റ് ആണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒരു ബീക്കറിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിനെ കമിഴ്ത്തി ആ ഗ്ലാസിൻ്റെ ചോട്ടിൽ ഒരു ടിഷ്യൂ പേപ്പറോ ഒരു തുണിയോ ഉണങ്ങിയത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടാണ് നമ്മൾ ആ പരീക്ഷണം നടത്തുന്നത്. എന്നിട്ട് അത് വളരെ സൂക്ഷ്മതയോടെ ആ വെള്ളത്തിലേക്ക് താഴ്ത്തുന്നു. എന്നിട്ട് ഈ പേപ്പർ അല്ലെ ടിഷ്യൂ പേപ്പർ നനയുവോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ പേപ്പർ നനയുകയൊന്നുമില്ല. കാരണം ഈ ഗ്ലാസ് ഒട്ടും ചെരിയാതെ താഴേക്ക് താഴ്ത്തുമ്പോൾ ഈ ഗ്ലാസ്സിനുള്ളിൽ എയറുണ്ട്. ആ എയർ കാരണം ആ ഗ്ലാസ്സിനുള്ളിലേക്ക് കുറച്ച് വെള്ളം പോലും കയറുകയില്ല. കാരണം എയർ ഇരിക്കുന്ന സ്ഥലമാണ്. എയർ അവിടെ ഒക്യുപ്പൈ ചെയ്യുന്നു. അപ്പോൾ എയർ ഒക്യുപ്പൈ സ്പേസ്. അതുകൊണ്ട് എയറും ഒരു മാറ്ററാണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് എന്തിനുള്ളതായിരുന്നു? എയർ ഒരു മാറ്റർ ആണോ എന്ന് ചോദിക്കുന്ന എക്സ്പെരിമെൻ്റ് ആണിത്. എയറിന് ഇരിക്കാൻ സ്ഥലം വേണോ? അതുകൊണ്ട് എയർ ഇപ്പം രണ്ട് എക്സാമ്പിളാണ് നമ്മൾ മാറ്ററിന് വേണ്ടി പഠിച്ചത്. സ്റ്റോൺ ഒരു മാറ്ററാണ്. അതുപോലെ അടുത്ത എക്സാമ്പിളാണ് എയർ ഒരു മാറ്ററാണ്. ആ എക്സ്പെരിമെൻ്റ് സെൻറ്റൻസിൽ അടുത്ത പേജിൽ കൃത്യമായിട്ട് വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും എയർ ഒരു മാറ്റർ ആണെന്ന് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അപ്പോൾ അത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റണം. ഫിക്സ് എ ടവൽ ഇൻസൈഡ് എ ഗ്ലാസ് ആൻഡ് ഇമേഴ്സിനെ താഴ്ത്തുക. ഇറ്റ് അപ്സൈഡ് ഡൗൺ ഇൻ ദി വാട്ടർ ടേക്കൺ ഇൻ എ ബീക്കർ. വേണേ പടവും കൂടെ വരച്ചു ആ സ്റ്റോണിൻ്റെ ഫിഗർ. എന്നിട്ട് ദ ടവൽ ഡസ് നോട്ട് ഗെറ്റ് വെറ്റ്. അത് നനയുന്നില്ല. കാരണം എയർ ഈസ് ഓക്യുപ്പൈഡ് ഇൻ ദി ഗ്ലാസ് ആൻഡ് അടുത്ത കാര്യം എന്നാണ്? അതിലെ വാട്ടർ ലെവൽ ഉയരുന്നുണ്ട്. എന്ത് പറ്റുന്നു? റൈസസ്, ഉയരുന്നുണ്ട്. ആ വാട്ടർ ലെവല് എയറിൻ്റെ വോളിയം അല്ലേ കാണിക്കുന്നത്. എത്ര എയർ ഉണ്ടോ അത്രയും വോളിയം വാട്ടറാണ് അത് മുകളിലേക്ക് ഉയരുന്നത്. എയർ ഒരു മാറ്റർ ആണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. കാരണം എയർ ഒക്യുപ്പൈസ് സ്പേസ്. അപ്പോൾ എയറിന് അടുത്ത സ്വഭാവം സ്റ്റോണിനെ പോലെ മാസ് ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ഇവിടെ കിടപ്പുണ്ട്. ഒരു ഫുട്ബോൾ എടുത്തിട്ട് അതൊന്ന് നമ്മൾ അതിൻ്റെ വെയിറ്റ് നോക്കണം. എങ്ങനെ? അതിനകത്ത് എയർ ഫില്ല് ചെയ്തിട്ടും അത് കഴിഞ്ഞിട്ട് വിത്തൗട്ട് എയറുമായിട്ട് നമ്മൾ ആ ഫുട്ബോളിൻ്റെ വെയിറ്റ് നോക്കുക. അപ്പോൾ എയർ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടുന്നതായി കാണാം. അപ്പോൾ ഫിൽഡ് ഫുട്ബോൾ ഹാസ് മോർ വെയിറ്റ്. അതാണ് ആ എക്സ്പെരിമെൻ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എയറിന് മാസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ രണ്ട് കാര്യങ്ങളുള്ള മാസും ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസും വേണ്ട എല്ലാത്തിനെയും, എനിത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാമെന്നൊരു ഡെഫിനിഷൻ ഉണ്ട്. രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കണം. അതിന് മാസ് ഉണ്ടായിരിക്കണം, അതിന് ഇരിക്കാനായിട്ട് സ്ഥലം വേണം. എനിത്തിങ്, അങ്ങനെയുള്ള എല്ലാത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. ഇത് നമ്മൾ വേറെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടി ഒന്ന് ഓർത്തെടുത്താൽ മതി. ഇനി വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാറ്റർ പ്രധാനമായിട്ടും 3 സ്റ്റേറ്റിലാണ് ഉള്ളത്. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയൊന്നും അല്ല. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് 3 ടൈപ്പ് മാറ്റർ ഉണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്വഭാവം. ടീച്ചർ മീനിങ് പറയുമ്പോൾ എഴുതി വെച്ചോ കേട്ടോ. സ്വഭാവം,
നമ്മളിവിടെ ടിക്ക് ചെയ്യുകയാണ്. ചിലപ്പോൾ ഈ ചാർട്ട് ടിക്ക് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. അല്ലെങ്കിൽ സോളിഡിൻ്റെ സ്വഭാവങ്ങൾ, ഈ 3 സ്വഭാവവും ടിക്ക് ചെയ്യുന്നത് കൊണ്ട് വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് എന്ന് വെച്ചാൽ ഈ 3 എഴുതണം. പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ 2 പ്രോപ്പർട്ടി ഉള്ളൂ. അതിന് ഷേപ്പ് ഇല്ല. ലിക്വിഡ് ഒരു കുപ്പി വെച്ചാൽ കുപ്പിയുടെ ഷേപ്പ്, ഒരു ബൗൾ വെച്ചാൽ ബൗളിൻ്റെ ഷേപ്പ്, അതുകൊണ്ട് ലിക്വിഡിന് ഷേപ്പ് ഇല്ല. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് എന്ന് ചോദിച്ചാൽ ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ്, ഹാസ് ഡെഫിനിറ്റ് വോളിയം. ഗ്യാസിന് ഈ 3 പ്രോപ്പർട്ടിയിൽ ഒരു പ്രോപ്പർട്ടിയേ ഉള്ളൂ. ഹാസ് ഡെഫിനിറ്റ് മാസ്, വോളിയവും ഇല്ല, ഷേപ്പും ഇല്ല. അപ്പം നോ ഷേപ്പ്, നോ വോളിയം എന്നാണ് ഗ്യാസിൻ്റെ പ്രോപ്പർട്ടി പറയേണ്ടത്. മാറ്ററും അതിൻ്റെ പ്രോപ്പർട്ടിയും പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് നമുക്കിനി ഈ പാഠത്തിൻ്റെ പേര് കെമിക്കൽ ചേഞ്ചസ് എന്നായിരുന്നു. അപ്പോൾ നമുക്ക് ആ കെമിക്കൽ ചേഞ്ചസ് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ്. എന്ന് വെച്ചാൽ പുതിയതൊന്നുമല്ല പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ പേടിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ പഠിച്ച ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച് ഒക്കെ ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. ഇവിടെ ഒരു വാക്സ് എന്ന് പറഞ്ഞാൽ മെഴുക് ചൂടാക്കിയപ്പോൾ, ഹീറ്റ് ചെയ്തപ്പോൾ ആ വാക്സ് ലിക്വിഡായി മാറിയത് നമുക്ക് ഹീറ്റ് ചെയ്തപ്പോൾ അത് ലിക്വിഡായി, കൂൾ ചെയ്തപ്പോൾ ഓൺ കൂളിംഗ്, ഹീറ്റിംഗ് അത് ലിക്വിഡായി, കൂളിംഗ് അതെന്തായി, വീണ്ടും സോളിഡായി. ഇപ്പോൾ ഒരു ചേഞ്ച് പഠിച്ചില്ലേ? ഇനി കുറേ ചേഞ്ചസിനെ കുറിച്ച് നമുക്ക് അടുത്ത പേജിൽ പണ്ട് പഠിച്ച് തന്നെ ഓർത്തെടുക്കുന്നു. ഇനി പണ്ട് പഠിച്ചില്ലേലും ഇപ്പോൾ അത് പഠിക്കുന്നു. വാക്സിനെ കൺവേർട്ട് ചെയ്യാം സോളിഡിൽ നിന്നും ലിക്വിഡിലേക്കും തിരിച്ചും, വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ തിരിച്ചും അങ്ങനെ ചെയ്യാമല്ലോ. പിന്നെ നമ്മളെ ഒരു ചേഞ്ച് ഓർമ്മിപ്പിക്കണം. പേപ്പർ ബേൺ ഇൻറ്റു ആഷ്, പേപ്പർ ചാരമായിട്ട് കത്തിച്ച് ചാരമാക്കി. എന്നിട്ട് ചോദിക്കുകയാണ് ക്യാൻ ബി ചേഞ്ച് ഇറ്റ് ഇൻറ്റു പേപ്പർ അഗെയിൻ, പേപ്പർ ആക്കാൻ പറ്റുമോ ആ ചാരത്തെ? ഇല്ല. അപ്പോൾ നമുക്ക് നോ എന്ന് അവിടെ എഴുതിയേക്കാം. ഇതൊക്കെ നമ്മളെ ഓരോ കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നതേ ഉള്ളൂ. ഇനി എല്ലാ ചേഞ്ചസിനും ഒരു സ്പീഡാണോ? ഒരു ജെർമിനേഷൻ ഓഫ് എ സീഡ് ഒരു ചേഞ്ച് പറയുകയാണ്. അതിന് എത്ര ദിവസമോ, ചിലപ്പോൾ 1 ദിവസം 2 ദിവസം കൊണ്ടൊക്കെ അത് മുളച്ചു വരും. ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ മുളച്ചു വരുന്നതിന്. എന്നാൽ പ്ലാന്റ് വളർന്ന് അത് പൂവൊക്കെ ആകുന്നതിന് ഒത്തിരി കാലം എടുക്കില്ലേ? ഇതൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുള്ളൂ. ഇവിടെ ഇതെല്ലാം നമ്മൾ നേരത്തെ ചിന്തിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ടീച്ചർ ഇങ്ങനെ നീട്ടി വലിച്ചൊന്നും പറഞ്ഞു പോകുന്നില്ല. പാഠമൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ടെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും അവിടെ എന്തോ ഉണ്ടായിരുന്നു പഠിക്കാൻ എന്ന് വിചാരിക്കും. അപ്പോൾ ടീച്ചർ എല്ലാം അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഇനി നമുക്കൊരു ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്നു, ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ കത്തിക്കുന്നു. അതുപോലെ തന്നെ പടക്കമൊക്കെ പൊട്ടിക്കുന്നു. ഇതൊക്കെയോ വളരെ വേഗത്തിൽ നടക്കുന്ന റിയാക്ഷനാണ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാക്കാമോ എന്നാണ് ചോദിച്ചത്. സ്ലോ ചേഞ്ചസും ഫാസ്റ്റ് ചേഞ്ചസും. നമ്മൾ നിത്യജീവിതത്തിൽ നമുക്കറിയാവുന്ന കുറേ സ്ലോ ആയിട്ടുള്ള ചേഞ്ച്. റസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കുന്നത്, ഈ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്, അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്. അതുപോലെ റോട്ടനിങ് ഓഫ് വെജിറ്റബിൾസ്, പച്ചക്കറിയൊക്കെ ചെയ്യുന്നത് വളരെ സ്ലോയിലാണ്. അതുപോലെ ചേഞ്ച് ഓഫ് മിൽക്ക് ഇൻറ്റു കേർഡ്, പെട്ടെന്ന് അങ്ങോട്ട് ആകുമൊന്നുമില്ല തൈരായിട്ട്, അതിന് അല്പം സമയം എടുത്താണ്, ആണ് സ്ലോ ചേഞ്ച്. പിന്നെ വെള്ളി ആഭരണങ്ങൾ, സിൽവർ ഓർണമെൻറ്റ്സ് ബ്ലാക്കണിങ്, അതൊന്ന് കറുത്ത് പോകുന്നത്. കാലിലിട്ട കൊലുസിനൊക്കെ ആദ്യത്തെ നിറവില്ലല്ലോ, പതുക്കെ അത് കറുത്തു തുടങ്ങി. അപ്പോൾ അതും ഒരു സ്ലോ ചേഞ്ചാണ്. പിന്നെ ഫ്രൂട്ട്സും ഒക്കെ അത് പാകമായി വരുന്നതും അല്പം സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു കെമിക്കൽ ചേഞ്ച് തന്നെയാണ്. ഫാസ്റ്റ് ആയിട്ടുള്ളത്, വളരെ സ്പീഡിൽ നടക്കുന്നത്, പെട്രോളിന് തീ പിടിക്കുന്നത്, പടക്കം പൊട്ടുന്നത്, ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്നത്, പിന്നെ പേപ്പർ കത്തുന്ന ആൾ അല്പം നല്ല ഉണങ്ങിയ പേപ്പറാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് കത്തും അല്ലേ. പിന്നെ ഇതിനകത്ത് റിയാക്ഷൻ ഓഫ് സോഡിയം വിത്ത് വാട്ടർ എന്നൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. സോഡിയം എന്ന് പറയുന്ന കെമിക്കല് വെള്ളത്തിലോട്ട് ഇടുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യും. അത് ടീച്ചർ ഇപ്പോൾ കാണിച്ചൊന്നും തരുന്നില്ല, പക്ഷേ ഇനി പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ കാണിച്ചേക്കാം. എന്നാലും ഒരു സിനിമ ഓർമ്മിപ്പിച്ച് തരാം. ഒരു സിനിമയ്ക്കകത്ത് ഒരു സീനിൽ ഒരു സ്പോർട്സിൻ്റെ മാഷ് വന്നിട്ട് സോഡിയം കുറച്ചിട്ട് കാണിക്കാൻ നോക്കിയപ്പോൾ വാരി വെള്ളത്തിലേക്ക് ഇടുകയും മാഷ് പിന്നെ ഒരു പ്രത്യേക രൂപമായി മാറുകയും ചെയ്തത് ഓർമ്മയുണ്ടോ? സിനിമയുടെ പേര് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരിക കേട്ടോ. ടീച്ചർ അങ്ങ് മറന്നുപോയി. ഈ സ്ലോ
ചേഞ്ചിൻ്റെയും ഫാസ്റ്റ് ചേഞ്ചിൻ്റെയും കുറേ എക്സാമ്പിൾസ് നിങ്ങളങ്ങ് പഠിച്ചു തരും കേട്ടോ. ഒരു ചാർട്ടൊക്കെ ബുക്കിൽ എഴുതി അത് നോക്കി നന്നായിട്ടങ്ങ് പഠിച്ചു തരും. ഇത് നമുക്ക് അനി പഠിക്കാനുള്ളതും നമ്മളെ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്. നമ്മളിപ്പോൾ പറഞ്ഞ ബേണിംഗ് ഓഫ് പേപ്പർ ഈസ് എ കെമിക്കൽ ചേഞ്ച് ആൻഡ് മെൽറ്റിംഗ് ഓഫ് വാക്സ് ഒരു ഫിസിക്കൽ ചേഞ്ചുമാണ്. ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും എന്താണെന്ന് നമുക്ക് എക്സാമ്പിൾ നോക്കിക്കൊണ്ട് പണ്ട് പഠിച്ചൊന്ന് ഓർത്തെടുക്കാം. ബേണിംഗ് ഓഫ് പേപ്പർ കൊണ്ട് നമുക്കുണ്ടാകുന്ന ആഷാണ് ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ മെൽറ്റിംഗ് ഓഫ് വാക്സ് ഫിസിക്കൽ ചേഞ്ചാണ്, ഒരു ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇവിടെ ഡെഫിനിഷൻ കിടപ്പുണ്ട്. നോ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് ആണെങ്കിൽ അത് ഫിസിക്കൽ ചേഞ്ച്. അവിടെ ഉണ്ടാകുന്ന ഒൺലി മോളിക്കുലാർ അറേഞ്ച്മെൻറ്റ് ചേഞ്ചസ്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചിൻ്റെ കാര്യമാണ് ഈ രണ്ട് സെൻറ്റൻസ്. ഒരു ന്യൂ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാകുന്നില്ല, എന്നാൽ മോളിക്കുലാർ അറേഞ്ച്മെൻറ്റ് മാത്രം, മോളിക്യൂൾസ് ഒന്ന് മാറി അറേഞ്ച് ആകുന്നുണ്ട്. എന്നാൽ കെമിക്കൽ ചേഞ്ചിൽ പേപ്പർ കത്തി ആഷാകുന്നതാണ് എക്സാമ്പിള്. അപ്പോൾ ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്, മോളിക്യൂൾസ് ന്യൂ മോളിക്യൂൾസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ന്യൂ സബ്സ്റ്റൻസ്, ന്യൂ മോളിക്യൂൾസ് ഒക്കെ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കെമിക്കൽ ചേഞ്ചിൻ്റെയും ഫിസിക്കൽ ചേഞ്ചിൻ്റെയും ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കണം. ഫിസിക്കൽ ചേഞ്ചിൻ്റെയും കെമിക്കൽ ചേഞ്ചിൻ്റെയും എക്സാമ്പിൾ ഒരു ബോക്സിൽ കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. സി എന്ന് എഴുതിയേക്കുന്ന എല്ലാം കെമിക്കൽ ചേഞ്ചാണ്, പിന്നെയും പറഞ്ഞു കേൾക്കേണ്ടതൊന്നുമില്ല. പാല് തൈരാകുന്നത്, അതുപോലെ ഒരു മെഴുകുതിരി കത്തുന്നത്, കത്തി പ്രകാശവും ചൂടും ഒക്കെ ഉണ്ടാകുന്നുണ്ട്, അതൊരു കെമിക്കൽ ചേഞ്ചാണ്. മെൽറ്റിംഗ് ഓഫ് ഐസ് ഉരുകുന്നത് ഫിസിക്കൽ ചേഞ്ചാണ്. എന്നാൽ ഇരുമ്പ് തുരുമ്പാകുമ്പോൾ വേറൊരു പുതിയ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നൊരു കെമിക്കൽ ചേഞ്ചാണ്. വാക്സ് ഉരുകി ലിക്വിഡ് ആകുന്നേ ഉള്ളൂ, അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാകുന്നില്ല, ഫിസിക്കൽ ചേഞ്ചാണ്. ഐസ്, വെള്ളം ഐസ് ആകുമ്പോഴും ഫിസിക്കൽ ചേഞ്ചാണ്. വെള്ളത്തിലേക്ക് ഉപ്പൊന്ന് ലയിച്ചെന്നേ ഉള്ളൂ, നമുക്ക് വേണേൽ വെള്ളവും ഉപ്പും വേർതിരിച്ചെടുക്കാം, ഫിസിക്കൽ ചേഞ്ചാണ്. വിറക് കത്തി ചാരമാകുന്നത് കെമിക്കൽ ചേഞ്ചാണ്. അപ്പോൾ ഓരോന്നിൻ്റെ അർത്ഥവും ടീച്ചർ പറഞ്ഞു തന്നു. ഇനി സോളിഡ് ലിക്വിഡ് ഗ്യാസിൽ എന്താണ് മോളിക്കുലാർ അറേഞ്ച്മെൻറ്റിനും ഒക്കെ ഉള്ളൊരു വ്യത്യാസം എന്നുള്ളൊരു ചാർട്ടുണ്ട്. ഇതൊക്കെ മുൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഓർക്കാൻ വേണ്ടി മാത്രമായതിനാൽ ഒത്തിരി തവണ പറയണ്ട. സോളിഡ് സബ്സ്റ്റൻസ് അതിൻ്റെയൊക്കെ ഒരു ചിത്രമാണെങ്കിൽ പോലും നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് പാർട്ടിക്കിൾസ് എല്ലാം നല്ല അറേഞ്ച്മെൻറ്റോടെ അടുത്തടുത്തിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾ വെരി ലെസ്, അത് മൂവ് ചെയ്യുകയില്ല. അതുകൊണ്ട് സോളിഡിൻ്റെ കീഴിൽ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റും വെരി ലെസ്സാണ്. സോളിഡിൽ പാർട്ടിക്കിൾസ് ഒന്നും അനങ്ങാതിരിക്കുകയാണ്, അതുകൊണ്ടാണ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അനക്കം അല്ലെങ്കിൽ ചലനം. അതൊന്നും സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ഒരു സ്പീഡും ഇല്ല അതിന്, അതുകൊണ്ട് അതും വെരി ലെസ്. അപ്പോൾ പാർട്ടിക്കിൾസ് എല്ലാം അനങ്ങാതെ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ എനർജിയും വെരി ലെസ്സാണ്. അപ്പോൾ 3 കാര്യങ്ങൾ വെരി ലെസ്സാണ് സോളിഡിൽ. അത് ഏതൊക്കെയാണെന്ന് കൃത്യം നോക്കി വെച്ചോണം. അപ്പോൾ എങ്ങനെയാണ് പഠിക്കാൻ എളുപ്പം. എന്നാൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷനോ ഇതെല്ലാം അടുത്തടുത്തിരിക്കും, നല്ല അട്രാക്ഷൻ ആകർഷണം, അത് വെരി ഹൈ. അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. സോളിഡിൻ്റെ എല്ലാ കാര്യവും നമുക്ക് പഠിക്കാൻ എളുപ്പമായിരുന്നു. ഇനി നമുക്ക് ലിക്വിഡ് നോക്കാം. ലിക്വിഡിൽ ഈ അതിൻ്റെ പാർട്ടിക്കിൾസ് ഒരു പാത്രത്തിലിട്ടതുപോലെ നമ്മൾ വരയ്ക്കാൻ പറ്റുള്ളൂ, കാരണം ലിക്വിഡ് ഏതൊരു പാത്രത്തിലേക്ക് എടുക്കണം അല്ലേ. അപ്പോൾ കുറച്ചൊക്കെ അകന്നൊക്കെയാണ് ആ പാത്രത്തിൽ കൂടി അതിരിക്കുന്നത്, കണ്ടോ. എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈ സോളിഡിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ ഹയർ ദാൻ സോളിഡ് എന്ന് ഇവിടെ എഴുതണം. സോളിഡിനേക്കാളും ആ ഡിസ്റ്റൻസ് ഇച്ചിരി കൂടുതലല്ലേ, നോക്കിക്ക് ഈ പടത്തിൽ തന്നെ. എന്നാൽ അട്രാക്ഷൻ, അവർ തമ്മിൽ ആകർഷണമോ വലിയ കാര്യമായിട്ടില്ല, അകന്നകന്നല്ലേ നിൽക്കുന്നത്, ലെസ് ദാൻ സോളിഡ്. ഇനി എനർജിയോ, ഇതിനകത്താണെങ്കിൽ പാർട്ടിക്കിൾസ് എല്ലാം അടുത്തിരുന്നിട്ട് ഒരു എനർജിയും ഇല്ലായിരുന്നു. എന്നാൽ ലിക്വിഡ്സിൽ എനർജി ഹയർ ദാൻ സോളിഡാണ്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ നോക്കാം. ഗ്യാസിലെ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരെ അകന്ന് പറന്ന് നടക്കുകയാണല്ലേ.
ആണ് ഗ്യാസിലെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഡിസ്റ്റൻസ് ഏതിൽ ഏറ്റവും കൂടുതൽ? ഗ്യാസിലാണ്. അതുകൊണ്ട് വെരി ഹൈ എന്ന് എഴുതിയേക്കുന്നത്. അട്രാക്ഷൻ ഒട്ടുമില്ല, വളരെ ദൂരെയല്ലേ അവർ നിൽക്കുന്നത്, അട്രാക്ഷൻ ഒട്ടുമില്ല, വെരി ലെസ്. സ്പീഡോ, ഇത് നല്ല മൂവ്മെൻ്റ് അല്ലേ, നല്ല സ്പീഡിലാണ് അവർ ഗ്യാസിലേത്, അപ്പോൾ വെരി ഹൈ. എനർജി ആയിട്ട് നല്ല മൂവ്മെൻ്റ് ആയതുകൊണ്ട് എനർജിയും വെരി ഹൈ. അപ്പോൾ ഈ ചാർട്ടിലേത് പൂരിപ്പിക്കാനൊക്കെ ചോദിക്കുന്ന ഒരു നല്ല ചാർട്ടാണ്. ഈ ചിത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് ഡിസ്റ്റൻസ് ലെസ് ആണെന്നും ഡിസ്റ്റൻസ് വെരി ഹൈ ആണെന്നും ഇത് സോളിഡിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണെന്നും നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ ഓരോന്നും ഓർത്തുകൊണ്ട് നമുക്ക് ഈ ചിത്രം ഓർത്തുകൊണ്ട് ഇതെല്ലാം എഴുതാനായിട്ട് പറ്റും. പെട്ടെന്ന് ഹൈ എന്നും ലോ എന്നും പറയുമ്പോൾ കൺഫ്യൂഷൻ തോന്നിയാലും ഒരെണ്ണോടെ നോക്കാം. എനർജി ഓഫ് ദി പാർട്ടിക്കിൾ എല്ലാം കൂടെ ഇങ്ങനെ അടുങ്ങി ഇരിക്കുമല്ലേ. അപ്പോൾ സോളിഡിൽ എനർജി വെരി ലെസ്, കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഉണ്ട്. ഈ പടം ഓർത്തോണം മനസ്സിൽ. അതുകൊണ്ട് എനർജി ഹയർ ദാൻ സോളിഡ്. ഈ സോളിഡിൽ അടുങ്ങിയേക്കാളും കൂടുതലാണ്. ഗ്യാസ് ആയപ്പോഴത്തിന് എനർജി വെരി ഹൈ ആയി. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞ് ശരിയാക്കാം. സോളിഡായിട്ട് നമ്മൾ ഇത് ഐസിൻ്റെ പടമാണെന്ന് വിചാരിക്കും. അപ്പോൾ ഐസിലെ പാർട്ടിക്കിൾസ് എല്ലാം നല്ല അടുങ്ങിയിരിക്കുന്നു. നമ്മൾ ഐസ് ഹീറ്റ് ചെയ്യുമ്പം അതെന്തായി മാറും? വാട്ടറായിട്ട് മാറും. അപ്പോൾ ഇത് വാട്ടറിൻ്റെ ചിത്രമാണെന്ന് അങ്ങോട്ട് ഓർക്കൂ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഡിസ്റ്റൻസ് ഓഫ് ദി പാർട്ടിക്കിൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു ഐസ് വാട്ടർ ആയപ്പോൾ എന്ത് പറ്റി? ആ പാർട്ടിക്കിൾസ് ഇടയിലുള്ള ഡിസ്റ്റൻസ് ദൂരം എന്ത് ചെയ്തു? കൂടി. എന്നാൽ ഈ വാട്ടർ അടുത്തതായിട്ട് വീണ്ടും ഹീറ്റ് ചെയ്താൽ വാട്ടർ വേപ്പർ ആകും. ആ വാട്ടർ വേപ്പർ ആയപ്പോൾ വീണ്ടും ഡിസ്റ്റൻസ് കൂടി. എനർജിക്കും എന്ത് സംഭവിച്ചു നോക്കാം. ഐസ് ആയിരുന്നപ്പോൾ എല്ലാം അടുങ്ങിയിരുന്നു, എനർജി കുറവായിരുന്നു. വീണ്ടും ഹീറ്റ് ചെയ്ത് വാട്ടർ ആക്കിയപ്പോൾ എനർജി ഇൻക്രീസ് ചെയ്തു. വീണ്ടും അത് വാട്ടർ വേപ്പർ ആയപ്പോൾ എനർജി വീണ്ടും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഡിസ്റ്റൻസ് ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഹീറ്റ് ചെയ്യുമ്പോൾ കൂടുമോ കുറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത പേജിൽ വീണ്ടും എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ടീച്ചർ എല്ലാ ഭാഗവും വിശദീകരിക്കുന്നത് ഇതെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചതാണ്, അതൊന്നുകൂടെ ഓർത്തെടുത്താൽ മതി എന്ന് സൂചിപ്പിക്കാനാണ്. പറയാതെ പോയാൽ ഓർക്കും ആ ഭാഗം ടീച്ചർ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു, ഡിസ്റ്റൻസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് ലിക്വിഡ് ആകുമ്പോഴും ലിക്വിഡ് വേപ്പർ ആകുമ്പോഴും ഒക്കെ ഡിസ്റ്റൻസ് കൂടി വരും. അതുപോലെ എനർജിയും രണ്ടും, ഡിസ്റ്റൻസ് ആൻഡ് എനർജി ഇൻക്രീസ് ചെയ്യുകയാണ് ഹീറ്റ് ചെയ്യുമ്പോൾ. ഡിസ്റ്റൻസും എനർജിയും ബോത്ത് ഇൻക്രീസസ്, രണ്ടും ഇൻക്രീസ് ചെയ്യും. ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും ഇൻക്രീസസ്. ഏതൊക്കെ? ഡിസ്റ്റൻസും എനർജിയും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അടുത്ത പേജിലൊന്ന് പൂരിപ്പിക്കാനുണ്ടായിരുന്നു. കൂടാതെ ഒരു ചിത്രമൊക്കെ തന്നിട്ട് സോളിഡ്, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസ് ഹീറ്റ് ചെയ്തു, അബ്സോർബ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഐസ് ഹീറ്റ് ഇങ്ങനെ അബ്സോർബ് ചെയ്തു, ഹീറ്റ് ചെയ്തപ്പോൾ അത് വാട്ടറായിട്ട് മാറുന്നു. ആ വാട്ടർ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്ടർ വേപ്പറായിട്ട് മാറുന്നു. അബ്സോർബ് എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുക. എന്നാൽ നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചാലോ. ഈ ഗ്യാസ് ആയിട്ടുള്ള വാട്ടർ വേപ്പർ എടുത്തു, ഗ്യാസ് ആയിട്ടുള്ള വാട്ടർ വേപ്പർ എടുത്തു. അബ്സോർബിൻ്റെ ഓപ്പോസിറ്റാണ് ലിബറേറ്റ്, പുറത്തേക്ക് കളയുക. അബ്സോർബ് ഈ വാട്ടർ ഹീറ്റ് വലിച്ചെടുത്തിട്ട് വേപ്പറായി മാറി. ലിബറേറ്റ് ചെയ്ത് ഈ വാട്ടർ വേപ്പർ ഹീറ്റ് പുറത്തേക്ക് അങ്ങ് കളഞ്ഞു. അപ്പോഴെന്ത് പറ്റും? അത് ഇവിടെ ഇങ്ങോട്ട് അബ്സോർബ് ചെയ്തപ്പോൾ വാട്ടർ വേപ്പർ ആയെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് കളഞ്ഞു. അപ്പോഴെന്തായി മാറണം? വാട്ടറായിട്ട് മാറണം, ലിക്വിഡായിട്ട് മാറണം. ഇവിടെ പറഞ്ഞ കാര്യം അബ്സോർബ് ആണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് വാട്ടർ വേപ്പറിൽ നിന്നും ഹീറ്റ് ലിബറേറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ആകണമെന്ന് പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് 7ാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്ന തന്നെയാണ്. അതിലും ലളിതമായിട്ടാണ്. നിങ്ങളെ പേടിപ്പിക്കേണ്ടെന്ന് വിചാരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ 2-3 എണ്ണങ്ങളും പേടിയാവൂലേ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളോട് സ്നേഹത്തോടെ പഠിക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ തിരിച്ച് ലിക്വിഡിൽ നിന്നും ഹീറ്റ് പുറത്തു പോയാൽ അത് സോളിഡായി മാറിക്കോളും. ഫോർ എക്സാമ്പിൾ, ലിക്വിഡായിട്ടുള്ള വാട്ടർ എടുത്തു, അത് ഹീറ്റ് പുറത്തേക്ക് പോയി ഐസായിട്ട് മാറും. അതുകൊണ്ടാണ് when it is cold it becomes solid.
വെൻ കൂൾ എ ലിക്വിഡ് ബിക്കം സോളിഡ് എന്ന് എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് തണുപ്പിച്ചാൽ അത് സോളിഡ് ആകും. ഇവിടെയോ ഒരു വേപ്പർ തണുപ്പിച്ചാൽ, ഹീറ്റ് ലിബറേറ്റ് പുറത്തേക്ക് കളഞ്ഞ് തണുപ്പിച്ചാൽ അത് ലിക്വിഡായിട്ട് മാറും. ഗ്യാസ് ആയിരുന്നത് ലിക്വിഡായിട്ടും മാറും. എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് ചേഞ്ച് ചെയ്യും എന്നാണല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ ചേഞ്ചസ് എന്ന ചാപ്റ്റർ ആണ്. അടുത്തായിട്ട് പുതിയൊരു ചേഞ്ച് പഠിക്കുകയാണ്. കാംഫർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം. അറിയത്തില്ലാത്തവർ എഴുതി വെച്ചോണം കേട്ടോ, കർപ്പൂരം. നാഫ്തലീൻ എന്ന് പറഞ്ഞാൽ പാറ്റാഗുളിക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിലെ കെമിക്കലാണ് നാഫ്തലീൻ. കർപ്പൂരവും ഈ നാഫ്തലീനും ചൂടാക്കിയാൽ, സാധാരണ വസ്തുക്കൾ ചൂടാക്കിയാൽ, ഐസൊക്കെ ചൂടാക്കി ആദ്യം വെള്ളമാകും, എന്നിട്ട് ആണ് വേപ്പർ ആകുന്നത്. പക്ഷേ കർപ്പൂരവും നാഫ്തലീനും ചൂടാക്കിയാൽ നേരെ ഗ്യാസ് ആയിട്ട് മാറും. ഡയറക്റ്റ്ലി ചേഞ്ച് ടു ഗ്യാസസ്. അത് വെള്ളമായ ശേഷമല്ല, സോളിഡ് ആയിട്ട് ഇരുന്നിട്ട് അത് നേരെ ഗ്യാസ് ആവും. അതിനൊരു പ്രത്യേക പേരുണ്ട്. എല്ലാ പരീക്ഷകൾക്കും ഒക്കെ ചോദിക്കുന്ന ഒരു വാക്കാണ് സബ്ലിമേഷൻ. സോളിഡ് നേരെ ഗ്യാസ് ആകുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ നടക്കുന്ന രണ്ടെണ്ണത്തിൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വേണം, കാംഫറും നാഫ്തലീനും. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, ഒത്തിരി പറഞ്ഞതും. അതായത് സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്നത് ഹീറ്റ് ചെയ്തപ്പോൾ ലിക്വിഡായി, ഐസ് വാട്ടറായി. വീണ്ടും ഹീറ്റ് ചെയ്തപ്പോൾ വാട്ടർ വേപ്പറായി. അതുപോലെ കാംഫർ ചൂടാക്കിയപ്പോൾ കാംഫറിൻ്റെ ഗ്യാസായി അത് കത്തി. കർപ്പൂരം കത്തുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൽ നിന്നും സോളിഡിൽ നിന്നും ലിക്വിഡിലേക്ക് മാറുന്നു. അങ്ങനെ ഒരു സബ്സ്റ്റൻസ് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അങ്ങനെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് പ്രധാനമായിട്ടും നമ്മൾ എപ്പോഴും ഏത് എനർജി വേണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഹീറ്റ് എനർജി വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നുകിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ ഹീറ്റ് പുറത്തേക്ക് വിടുമ്പോൾ, അല്ലെങ്കിൽ വലിച്ചെടുത്ത് ഹീറ്റ് വെച്ച് ചൂടാകുമ്പോഴാണ് ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റുകൾ സംഭവിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ട എനർജി ഏതാണ്? ഹീറ്റ് എനർജി എന്ന് പറയുന്ന എനർജിയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലോ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്കും, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്കും തിരിച്ചുമൊക്കെ ഈ ഹീറ്റ് എനർജിയുടെ കളിയാണ്. അപ്പോൾ അടുത്ത പേജ് നമുക്ക് നോക്കാം. ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴും ലിബറേറ്റ് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അടുത്ത പേജിൽ ഒരു ചാർട്ടുണ്ട്. സോളിഡ് ഹീറ്റ് അബ്സോർബ് ചെയ്താൽ ലിക്വിഡ് ആകും, ലിക്വിഡ് ഹീറ്റ് അബ്സോർബ് ചെയ്താൽ ഗ്യാസ് ആകും. ഗ്യാസിൽ നിന്നും ഹീറ്റ് പുറത്തേക്ക് പോയാൽ, ലിബറേറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോവുക, ഹീറ്റ് പുറത്തേക്ക് പോയാൽ അത് ലിക്വിഡ് ആകും. ലിക്വിഡിൽ നിന്ന് വീണ്ടും ഹീറ്റ് ലിബറേറ്റ് പുറത്തേക്ക് പോയാൽ അത് സോളിഡ് ആകും. അപ്പോൾ ഇത് നമ്മൾ വേറെയും ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതെല്ലാം ഓർമ്മിപ്പിച്ച് തരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ഭാഗങ്ങളൊന്നും നമ്മളെ വിഷമിപ്പിച്ചിട്ടില്ല. നന്നായിട്ട് ഈ പടമെല്ലാം വരച്ച് നല്ല നോട്ട് എഴുതിയിട്ട് നന്നായിട്ട് അങ്ങ് പഠിച്ചേക്കുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീഡിയോ വളരെ വലുതാകൂലേ, നമുക്ക് വിഷമം തോന്നൂലേ? അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കെമിക്കൽ ചേഞ്ചസും എനർജി ചേഞ്ചും പഠിക്കാം. ഇപ്പോൾ ഫിസിക്കൽ ചേഞ്ച് പോലുള്ളതാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ കെമിക്കൽ ചേഞ്ചാണ് പഠിക്കുന്നത്. പാർട്ട് 2വിൻ്റെ ലിങ്കും ടീച്ചറിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ 8ാം ക്ലാസ്സിനെ ഹെൽപ്പ് ചെയ്യാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ടീച്ചർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾ അടുത്ത വീഡിയോ കാണാം, ടീച്ചറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം, ടീച്ചറിനോട് നേരിട്ട് സംശയങ്ങളും ചോദിക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ? ക്ലാസ് ഉപകാരമായി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ടീച്ചറിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറയണം. സ്മിത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് മറക്കാതെ പറഞ്ഞേക്കണം. പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാൻ എല്ലാവരും ടീച്ചറിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ.